പി കെ ശ്യാമളയെ തോൽപ്പിച്ചത് പാർട്ടിയാണെന്നുള്ള വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അറിയാമായിരുന്നു, തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. വലിയ വിമർശനം ഉണ്ട്, തന്നെ പറ്റിച്ചതാണെന്ന് വരെ ശ്യാമള ഉന്നയിക്കുന്നുണ്ട്. കണ്ണൂരിലെ പാർട്ടി വിമതന്മാരെ കൊണ്ട് മാത്രമല്ല, സ്വന്തം അണികളെ കൊണ്ടും പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അത് ഒരു കാര്യമുള്ളത്, ശ്യാമള മത്സരിക്കാൻ തീരുമാനിച്ച് നിന്ന ആ നിമിഷം ശ്യാമള തോറ്റു കഴിഞ്ഞു. താൻ മത്സരിച്ചാൽ ജയിക്കുമെന്നും താൻ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകുമെന്നും ശ്യാമള കരുതി. അങ്ങനെ കരുതാൻ ശ്യാമളയെ പ്രേരിപ്പിച്ചവരിൽ ഒരാൾ ശ്യാമളയുടെ ഭർത്താവായ ഗോവിന്ദനാണ്. പിന്നെ അതിനുശേഷം ആര് പറ്റിക്കാനായിട്ടാണ്? ശ്യാമളയെ ആദ്യം പറ്റിച്ചത് ശ്യാമള തന്നെയാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ശ്യാമളയെപ്പോലെ കുപ്രസിദ്ധി ആർജിച്ചൊരു കഥാപാത്രം ഒരാൾ ആത്മഹത്യ ചെയ്തത്. ആന്തൂർ സാജൻ ആത്മഹത്യ, വ്യവസായി. ഒരു വ്യവസായിയുടെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ഇവരുടെ അഹങ്കാരം സഹിക്കവയ്യ എന്ന് അവിടുത്തെ പാർട്ടിക്കാർ പറയുകയും ചെയ്തതിന് ശേഷവും ഇത്രയും അഹങ്കാരിയായ ഒരു കഥാപാത്രത്തെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പാർട്ടി തീരുമാനിച്ചു. അപ്പോൾ അതൊരു പാർട്ടിയാണ് പ്രതിസ്ഥാനത്ത്. പാർട്ടി തീരുമാനിച്ച് ഇവരെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്താനായിട്ട്. അപ്പോൾ പ്രതിസ്ഥാനത്ത് ആരാണ്? പാർട്ടിയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോവിന്ദനാണ്. പിന്നെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, പിണറായിയുടെ ധാർഷ്ട്യമെന്ന്. ശരി, പിണറായിയേക്കാൾ കുറഞ്ഞ ധാർഷ്ട്യം എല്ലാവർക്കും ഉണ്ടെന്നല്ലാതെ ധാർഷ്ട്യമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാവിൻ്റെ പേര് പറഞ്ഞു തരൂ. എല്ലാവർക്കും ഉണ്ട്. ഒരാളുടെ പേര് പറഞ്ഞു തരൂ. ബേബി ധാർഷ്ട്യമല്ലേ? ഉണ്ട്. ധാർഷ്ട്യത്തിൻ്റെ ഉസ്താദല്ലേ ബേബി? നമ്മുടെ അയലോകത്തുള്ള ബ്രാഞ്ച് മെമ്പർക്ക് വരെ ഉണ്ടല്ലോ ആ ധാർഷ്ട്യം. ധാർഷ്ട്യം എല്ലാവർക്കും ഉണ്ട്. SFIക്കാരന് ധാർഷ്ട്യമില്ലേ? അവരുടെ മുദ്രാവാക്യം പറയുന്നത് ആരാണ്? ഓർത്തോളൂ, SFI മറക്കരുത് എന്ന്. അത് മാത്രമല്ല, ദളിതയായിട്ടുള്ള ASFിൻ്റെ നേതാവിനോട് അതിൻ്റെ പഴയ നേതാവ് പറഞ്ഞത്, നിന്നെ ഞാൻ ഗർഭാക്കുമെന്നാണ്. തന്തയില്ലാത്ത പിള്ളേരെ ഉണ്ടാക്കി. അതെ, തന്തയില്ല. എന്തൊരു ആർഷോ, പഠിക്കാതെ പഠിച്ച് ഡിഗ്രി എടുത്തവൻ. അവന് വേണ്ടി ഡിഗ്രി കൊടുക്കാൻ വേണ്ടി അധ്യാപക സഹാക്കൾ ക്യൂ നിൽക്കുകയായിരുന്നു. നിങ്ങൾ പഠിച്ചതല്ലേ അത്? നിങ്ങൾ കേട്ടതല്ലേ? ആരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ധാർഷ്ട്യമില്ലാത്ത ഒരാൾ? പറയൂ. പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും ധാർഷ്ട്യം ഉണ്ടായിരുന്നു. TP ചന്ദ്രശേഖരനും ധാർഷ്ട്യം ഉണ്ടായിരുന്നു. TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു എന്നുള്ളത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ആർക്കും ഇഷ്ടപ്പെടില്ല, എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. TP ചന്ദ്രശേഖരൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സജീവ നേതാവായിട്ട് നിൽക്കുന്ന കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി അവിടെ നടത്തിയ കൊലപാതകങ്ങളില്ലേ, ആ കൊലപാതകങ്ങളോട് TP ചന്ദ്രശേഖരൻ്റെ നിലപാട് എന്തായിരുന്നു? അനുകൂലമായ നിലപാട് എടുക്കുള്ളൂ. അല്ല, എന്തായിരുന്നു നിലപാട്? പാർട്ടിക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെ. ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് പരമ ചരിത്രമാണ്. പക്ഷേ ചന്ദ്രശേഖരൻ പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ ഒരുപാട് പേരെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അതും ചരിത്രമാണെന്ന് അന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നില്ല. പിന്നെ ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് നേരം വിസ്മയസ്തബ്ധനായിട്ട് അച്യുതാനന്ദൻ ഇരുന്നു എന്നാണ് പറയണത്. അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് എത്ര കൊലപാതകങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് അച്യുതാനന്ദൻ അറിയാതെ ഇരുന്ന. അപ്പോൾ ധാർഷ്ട്യം, ഈ നിധിന തൃഷ്ണ, അതിനൊക്കെ നിധിന തൃഷ്ണ എന്ന് വേണം പറയാൻ, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇയാൾ 51 വെട്ടിൽ ഇയാൾ മരിച്ചു എന്നുള്ളത് വലിയ നിന്ദ്യവും നീചവുമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ TP ചന്ദ്രശേഖരൻ പാർട്ടിയിലുണ്ടായിരുന്ന കാലത്ത് കണ്ണൂരിലും മലബാറിലും നടന്നിട്ടുള്ള കൊലപാതകങ്ങൾക്ക് TP ചന്ദ്രശേഖരൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന ചോദ്യം ചോദിക്കാൻ മറന്നു പോകരുതെന്നേ ഞാൻ പറഞ്ഞതിനർത്ഥമുള്ളൂ. അതും കൂടി ചോദിക്കണം. ഈ മാനവികത പറയുന്ന എല്ലാവരും
ഇവരറിയാത്തവരാണ്. എൻ്റെ സ്നേഹിതനായ സുരേഷ് കുറുപ്പിന് അടക്കം ഇതൊക്കെ അറിയാവുന്നതല്ലേ. എൻ്റെ സ്നേഹിതനാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹം വളരെ ഭവ്യമായിട്ടും മാന്യമായിട്ടും മറ്റേ പഞ്ചസാര പൊതിഞ്ഞ് മലയാളം പറയുന്ന ഒരാളുമാണ്. പക്ഷേ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് സജീവ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് എത്രയോ പേരെ കൊന്നിട്ടുണ്ട് പാർട്ടി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ കൊലപാതകം ശരിയായില്ല എന്ന് സുരേഷ് കുറുപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നിൽക്കുന്ന കാലത്ത് CP ജോൺ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം മന്ത്രിയാണല്ലോ CP ജോൺ. പറഞ്ഞിട്ടുണ്ടോ പാർട്ടി ചെയ്യുന്നത് തെറ്റാണെന്ന്? ഇല്ല. MV രാഘവൻ തലശ്ശേരി കലാപത്തിൽ 18 എന്ന ഒരു ഫിഗറുണ്ട്, അറിയാമോ? 18 മാർക്സിസ്റ്റുകാരും 18 RSകാരും കൊല്ലപ്പെട്ടതാണത്. ഈ 18 RSകാരെ കൊല്ലുന്ന സന്ദർഭത്തിലും ആ 18 RSകാരെ കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേരെന്താണെന്ന് അറിയാമോ? MV രാഘവൻ. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്താക്കപ്പെട്ടു എന്നുകൊണ്ട് അയാൾ മഹാനാകില്ല. അതെ, അന്ന് MV രാഘവനാണ് അതിന് നേതൃത്വം കൊടുത്തത് തലശ്ശേരിയിൽ. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ തലശ്ശേരിയിൽ അധ്യാപകനായിട്ട് ചെല്ലുകയും ചെയ്തു, ബ്രണ്ടൻ കോളേജിൽ. അക്കാലത്താണ് ധർമ്മസങ്കടം എന്ന് പറഞ്ഞിട്ട് കുമാരപിള്ള സാർ ഒരു കവിത എഴുതിയത്. ധർമ്മടം ഇതിൻ്റെ കേന്ദ്രമായിരുന്നു, പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലം കേന്ദ്രമായിരുന്നു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നവരെ ഇപ്പോൾ എന്താ 2 മഹാന്മാർ അവിടെ നിന്ന് വന്നിട്ടുണ്ടല്ലോ, ഗോവിന്ദനും പിന്നെ ആരാണ്, TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും. ഇവർ രണ്ടുപേരും വന്നു, ഇവർ രണ്ടുപേരും മഹാന്മാരായി. അതെ, ഇവരവിടെ നിന്നുണ്ടല്ലേ ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ കൊലപാതകത്തിലെ പങ്കാളികളായിരുന്നല്ലോ ഇവരും. ആരെങ്കിലും ഇവരിൽ 2 പേരിൽ ആരെങ്കിലും ആ സമയത്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ധാർഷ്ട്യം അല്ല, അവരിപ്പോഴും തെറ്റാണെന്ന് പറയുമെന്ന് തോന്നുന്നില്ല. അവർ പറയും അത് പാർട്ടി ചെയ്തത് ശരിയാണ്, പക്ഷേ പാർട്ടിക്കകത്തെ അഴിമതിയും ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാ അവരെ തള്ളി പറയില്ല. അപ്പോൾ പിന്നെന്താണ്, ഇവർക്ക് എന്ത് മഹത്വമാണുള്ളത്? പിന്നെ ഇവരാഗ്രഹിക്കുന്നത് പോലെ പിണറായി വിജയൻ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി, അല്ലാതെ വേറെ പരാതിയൊന്നുമില്ല. ജയകൃഷ്ണൻ മാഷ ക്ലാസ് മുറിയിലിട്ട് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്നത് തെറ്റാണ് എന്ന് ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടാ? മറ്റേ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടാ? CP ജോൺ പറഞ്ഞിട്ടുണ്ടാ? അല്ല, ഇപ്പോഴ് ഈ TP ചന്ദ്രശേഖരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ പ്രവർത്തിക്കുന്ന രമയുടെ പാർട്ടിക്കകത്തുള്ളവർ പോലും പറയില്ലല്ലോ. ആരും പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോഴും പറയില്ല. പിന്നെ എന്താണ് ഈ പറയുന്നത്? പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനെ ആ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊല്ലുന്നത് ഉദാത്തമായ കാര്യമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്തവരാണ് ഇവരൊക്കെ. അന്ന് ജയകൃഷ്ണൻ മാഷ് 51 വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കവികൾക്കെല്ലാം ഇങ്ങോട്ട് വിളകിയല്ലോ. ജയകൃഷ്ണൻ മാഷ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊല്ലുന്ന സമയത്ത് ഒരു കവിക്കും ഒന്നും ഇളകിയില്ല. കവികളെല്ലാം വളരെ ഇതായിട്ടിരിക്കുന്നില്ല. സച്ചിദാനന്ദൻ മിണ്ടിയില്ല. അവരൊക്കെ ഇപ്പോൾ കോൺഗ്രസ്സായി. സച്ചിദാനന്ദൻ, രാജീവൻ, പിന്നെ എന്താണ് ശങ്കരപ്പിള്ള തുടങ്ങി ഇങ്ങനെയുള്ള എല്ലാവരും ഇപ്പോൾ കോൺഗ്രസ്സായി. കോൺഗ്രസിൻ്റെ കൂടെ നടന്നിട്ടുള്ളവന്മാരെല്ലാം പുറത്താക്കിയിട്ട് ഇവന്മാരിപ്പോൾ കയറിയത്. സച്ചിദാനന്ദന് 5 വർഷവും കൂടി സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിട്ടിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇതോടുകൂടി അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്നാണ് ശത്രുക്കൾ പറയണം. ശരിയാകണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ധാർഷ്ട്യം എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിഷ്ഠൂരമായ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നു എന്ന കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള എല്ലാ നേതാക്കൾക്കും, ഇപ്പോൾ പുറത്തു പോയിട്ടുള്ളവർക്കും ഇപ്പോൾ അകത്ത് നിൽക്കുന്നവർക്കും അതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അത് പിണറായി വിജയൻ്റെ മാത്രം ഒരു സ്വത്തല്ല, ഇവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള അതാണ്. ഇവർ ആരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, ഈ G സുധാകരൻ ഇപ്പം മഹാനാണല്ലോ, പ്രോടൈം സ്പീക്കറാണ്.
ആ ജയകൃഷ്ണൻ മാഷ പിള്ളേരുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്നത് തെറ്റാണെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ വർഗ വിപ്ലവത്തിൻ്റെ ഭാഗമാണെന്നേ പറയുള്ളൂ. ആ, പിന്നെ എന്താണ്? പിന്നെ എന്താണ് മറ്റേ ഈ രമയുടെ ഭർത്താവിനെ വെട്ടിക്കൊന്നപ്പോൾ രമയ്ക്ക് ഫീൽ ചെയ്ത രീതിയിൽ 256 മാർക്സിസ്റ്റുകാർ കൊലപ്പെടുത്തിയ 256 സംഘപ്രവർത്തകരുണ്ട്. അതെ, അവർക്കും ഈ രമയുടെ പോലെ തന്നെ അവർക്കും വിധവകളായിട്ടുണ്ട്. അതെ അതൊന്നും പറയാറില്ല. സാർ. പക്ഷേ ഇതെല്ലാം ചെയ്ത CPM-നകത്താണ് ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ആ. ആ 100 പേര് ശത്രുക്കളുണ്ടെങ്കിൽ 100 പേരെയും കൊല്ലണമെന്ന് തീരുമാനമെടുക്കുന്ന പാർട്ടിക്കകത്ത് ഇപ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. പിണറായി എന്ന് പറയുന്ന ഏകഛത്രാധിപതിയായിട്ട് നിന്ന ആൾക്ക് ശേഷം ഇനി എന്തുണ്ടാവും ഈ പാർട്ടിക്കകത്ത്? ഈ പൊട്ടിത്തെറിയെല്ലാം കൂടെ അല്ല, പാർട്ടിയുടെ ഇത് നാശത്തിലേക്കാണ്. ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായിയുടെ സ്വഭാവം ഉള്ളവരില്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയില്ല. ഈ ഇരുമ്പ് മറക്കുള്ളിൽ കഴിഞ്ഞൊരു സാധനം സ്വതന്ത്രമായ ഒരു വേദിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പോകും. ഇരുട്ടിൽ കഴിഞ്ഞിരുന്നൊരു മനുഷ്യനെ ഒരു ദിവസം തുറന്ന് വെളിച്ചത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അയാളുടെ കണ്ണ് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ രീതിയിലാണിത്. അപ്പോൾ അതുകൊണ്ട് ഒരു പിണറായി അല്ലെങ്കിൽ വേറൊരു പിണറായി വന്നാൽ മാത്രമേ ആ പാർട്ടി നിൽക്കുള്ളൂ. അല്ലാതെ പിണറായിമാരുടെ അവസാനം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ അവസാനം എന്ന് തന്നെയാണ് അർത്ഥം.